പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുക്കാട്ടുപടിക്കടുത്താണ് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിലാണ്. ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ്. അതിനകത്ത് 3.5 സെന്റ് ഭൂമിയിലെ 1700 സ്ക്വയർ ഫീറ്റിന്റെ 3+ യൂട്ടിലിറ്റിയാണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. ഇവിടെ നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എടപ്പള്ളിയിലേക്കും അതുപോലെ തന്നെ ആലുവയ്ക്കും തൃപ്പൂണിത്തുറയ്ക്കൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കോമൺ അമ്യൂണിറ്റീസ് ആണ്. നല്ലൊരു പൂൾ വരുന്നുണ്ട്, പ്ലേ ഏരിയ വരുന്നുണ്ട്, അതുപോലെ 24 hours സെക്യൂരിറ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാറ്റിന്റെ വിലയ്ക്ക് നല്ലൊരു വില്ല നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിന്റെ എലിവേഷൻ ഒന്ന് കാണാം. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഗേറ്റഡ് വില്ലയുടെ അകത്താണ്. ഗേറ്റഡ് വില്ല ആയതുകൊണ്ട് തന്നെ എല്ലാ വില്ലകൾക്കും പിക്കറ്റ് ഫെൻസിംഗ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് വരാം. നല്ലൊരു പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡോർ തുറക്കാനുള്ള സ്പേസ് ഒക്കെ ആയിട്ടാണ് പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. താഴെ വിരിച്ചിരിക്കുന്നത് ടൈലാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ പോർച്ചിനകത്തായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വാട്ടർ പോയിന്റ് വരുന്നുണ്ട്. രണ്ട് സൈഡ് നടക്കാവുന്ന രീതിയിൽ സെറ്റ് ബാക്കും കൊടുത്തിരിക്കുകയാണ്. വീടിന്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്, പടിഞ്ഞാറോട്ടാണ്. പിന്നെ നമുക്ക് വീടിന്റെ തെക്ക് ഭാഗത്തേക്ക് ഒന്ന് പോവാം. ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിലും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. നല്ലൊരു സിറ്റ് ഔട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഗ്രാനൈറ്റ് തീർത്ത സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഒരു 3 ചെയറിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ടുള്ള സ്റ്റോൺ വർക്കുകൾ വന്നിട്ടുണ്ട്. 2 തൂണിലും അത് ചെയ്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല മരത്തിൽ തീർത്ത ഡോർ കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 പീസ് ഡോറാണ്. നേരെ നമ്മൾ അകത്തേക്ക് വന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിന്റെ ലിവിംഗ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. വെസ്റ്റ് സൈഡ്, സൗത്ത് സൈഡ്, മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. വാം ലൈറ്റ് തന്നെയാണ് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ ജനലുകളും പാനൽ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റ് നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. എത്ര വലിയ TV നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വുഡിന്റെ ടെക്സ്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കാം, അല്ലെങ്കിൽ ക്യൂരോ ക്യാബിനറ്റ് ആക്കി മാറ്റിയെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെയും ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം. അതിന്റെ സെപ്പറേഷൻ ആണ് ഈ കാണുന്നത്. അതും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു. നല്ലൊരു ഡൈനിങ് ഏരിയ ഇട്ടിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ആയി കൊടുത്ത് ഭംഗിയായിട്ടാണ് ഇതും ചെയ്തിട്ടുള്ളത്. നേരെ കാണുന്നത് വാഷ് ഏരിയ ആണ്. ഒരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. ഗ്രാനൈറ്റിന്റെ മേലെയാണ് വാഷ് ബേസിൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പില്ലർ കോക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റോൺ വർക്കാണ്. മാത്രമല്ല നല്ലൊരു മിററും ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയറിനടിയിൽ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. തുറക്കാനുള്ള ഡോറൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. നല്ലൊരു കൗണ്ടർ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചന്റെ സ്പേസ് വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. അപ്പോൾ നോർത്തിലേക്കോ ഈസ്റ്റിലേക്കോ നമുക്ക് പാചകം ചെയ്യാവുന്ന രീതിയിൽ ഫുഡും കോപ്പും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു 3 പാളി ജനലും, അതായത് നോർത്ത് സൈഡിൽ 3 പാളി ജനൽ, ഈസ്റ്റ് സൈഡിൽ 2 പാളി ജനലുമാണ് വന്നുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹാഫ് പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. PVC ലാമിനേഷൻ ആണ്. പ്രൊഫൈൽ ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. താഴെ ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന കിച്ചൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വർക്ക് ഏരിയ കൂടി ഇവിടെ ഉണ്ട്. നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. നല്ലൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. ഇത് ടൈൽ ഒട്ടിക്കാനുണ്ട്. പിന്നെ ഇവിടെയായിട്ട് നമുക്കൊരു നീളത്തിൽ സ്ലാബ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിങ്കും നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പാചകം ചെയ്യാമെന്നുള്ളൊരു അടുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. 2 സൈഡ് ഡോർ വെക്കാവുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് വേക്കൻ ലാൻഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. അപ്പോൾ ധാരാളം സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 3.5 സെന്റ് ലാൻഡ് ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വേക്കൻ സ്പേസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ ബെഡ്റൂമിലേക്ക് പോവാം. നേരെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. കയറുന്ന എൻട്രൻസിലെല്ലാം കവേർഡായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല മരത്തിൽ തന്നെയാണ് ഡോറും കൊടുത്തുള്ളത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്.
ഇതിന്റെ നീളം വരുന്നത് ഏകദേശം ഒരു 12 അടി നീളം വന്നിട്ടുണ്ട്, 12 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്, 3 പാളി ജനലും വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്, 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ലോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. നമുക്ക് ഇനി ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയായിട്ട് ഡൈവേർട്ടർ വന്നിരിക്കുന്നത്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ വാഷ് ബേസും വന്നിട്ടുണ്ട്, മിറർ വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം കിട്ടി. താഴത്തെ ടൈല് ഫുള്ള് മാറ്റാണ്, ഭിത്തി വന്നിരിക്കുന്ന ഗ്ലോസിയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ടൈലാണ്, അതൊരു നാനോ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, അത് സ്ക്വയർ ട്യൂബിലും വുഡും ആണ് പൊതിഞ്ഞിട്ടുള്ളത്. മേലെയായിട്ട് പെർഗോള ഒറ്റ ഗ്ലാസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. നല്ലൊരു അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ. ഇത് വെസ്റ്റ് സൈഡാണ്, പെർഗോളാസ് വരുന്നുണ്ട്, നല്ല ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് ബെഡ്റൂമിലാണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിന്റെ നീളം 13 അടി നീളം, 12 അടി വീതി വന്നിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. പിന്നെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് കബോർഡ് കൊടുത്തുള്ളത്. താഴത്തെ അതേ ലെവലിലുള്ള അതേ പാറ്റേണിലുള്ള കബോർഡ് തന്നെ വന്നിട്ടുണ്ട്. ബാത്റൂമിലേക്ക് ഒന്ന് വരാം. ഇവിടെ ആയിട്ട് വാൾ ഹാങ്ങിങ് ക്ലോസറ്റിന് പകരം സിംഗിൾ പീസ് ക്ലോസറ്റ് ആയിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവേർട്ടർ തന്നെയാണ് വന്നത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. ഫൈബർ ഡോറും അങ്ങനെ തന്നെയാണ് വന്നുള്ളത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇത് സൗത്ത് സൈഡും ഇത് വെസ്റ്റ് സൈഡുമാണ്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരും. ഇതിന്റെ നീളം 14 അടി നീളം വന്നിട്ടുണ്ട്, 10 അടി വീതി വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. ഭംഗിയായിട്ട് ഇതിനെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളൊരു കബോർഡാണ് കൊടുത്തുള്ളത്. ഇവിടെയായിട്ട് നല്ലൊരു ഷെൽഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇങ്ങനെ സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കിട്ടിയിട്ടുണ്ട്. ഇവിടെ അതിന് ലൈറ്റ് വരാനുണ്ട്. അപ്പോൾ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്. ബാത്റൂമിലേക്ക് വരാം. വാൾ ഹാങ്ങിങ് ക്ലോസറ്റിന് പകരം സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. ഡൈവേർട്ടർ, റെയിൻ ഷവർ, അതുപോലെ വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഹീറ്ററിന്റെ പോയിന്റ്, എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലോസറ്റ് ഏരിയ ഒന്ന് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്, ഷവർ ഏരിയ ഒന്ന് താത്തിയും ചെയ്തിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ മൂന്നാമത്തെ സ്റ്റഡി ഏരിയയിലേക്ക് പോകാം. ഇതിനെ സ്റ്റഡി റൂമായിട്ടോ യൂട്ടിലിറ്റി ആയിട്ടോ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഫുൾ അടച്ചുറപ്പുള്ള നല്ലൊരു ബെഡ്റൂമായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെയായിട്ട് വാഷ് ഏരിയകൾ, അതായത് വാഷ് മെഷീൻ വെക്കാനായിട്ടുള്ള വാട്ടർ പോയിന്റ്, പവർ പോയിന്റ്, വേസ്റ്റ് ലൈന്. അപ്പോൾ ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചാൽ അലക്കി നമുക്ക് മേലെ വിരിക്കാൻ പറ്റും. അവിടെയായിട്ട് പവർ പോയിന്റ് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു അയൺ ടേബിളും മറ്റുമൊക്കെ ഇടാവുന്നതാണ്. ഇനി ബാൽക്കണിയിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആണ് ബാൽക്കണി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്ക്വയർ ട്യൂബിന്റെ ഡിസൈനാണ് വന്നുള്ളത്. ഫ്രണ്ട് എലിവേഷനിൽ ഒരു CNC കട്ടിങ്ങിന്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പടിഞ്ഞാറുന്ന് വരുന്ന ആ പെർഗോളാസ് ആണ്. ഇത് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ബാൽക്കണിയിൽ നിന്ന് മേലേക്ക് കയറുന്ന രീതിയിലാണ് ഇതിന്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. അതായത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗമാണ്. നല്ല സ്റ്റീപ്പായിട്ടല്ല, നല്ല വീതിയിലാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബിന്റെ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അവിടെ ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടിന്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഇനി നമ്മൾ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോവാണ്. 3.5 സെന്റ് ഭൂമിയിൽ 1700 സ്ക്വയർ ഫീറ്റിന്റെ 3 BHK ആണ്. ഇതിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം അവൈലബിൾ ആണ്. കാരണം ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡെവലപ്പറാണ്. അതുകൊണ്ട് തന്നെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. താഴെ കാണുന്ന നമ്പറിൽ ഇത് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും അതുപോലെ ലോൺ അസിസ്റ്റ് ചെയ്യുന്നതിനും പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ആക്കുന്നതിനും ഒക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.